Dear students, നമ്മൾ ഫിസിക്സിലെ 6ാമത്തെ യൂണിറ്റിലോട്ട് കടക്കുകയാണ്. ഒപ്റ്റിക്സ് വളരെ വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റേ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വേവ് ഒപ്റ്റിക്സ്. ലൈറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഫോം ഓഫ് എനർജി എന്നാണ് രണ്ടാമത്തേക്ക് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ചില പ്രതിഭാസങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to consider light as a wave. ഇപ്പോൾ ചില ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് നമ്മൾ ഇമേജ് ഫോർമേഷൻ ഒക്കെ വരക്കണമെങ്കിൽ നമുക്ക് റേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒപ്റ്റിക്സ് നമുക്ക് ആദ്യം തന്നെ ഒപ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പറയാം. ഒപ്റ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. So there comes one term, light. Now what is light? The light is a form of energy which produces the sensation of sight. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ലൈറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വരുമ്പോൾ അതിൽ എല്ലാ ടേമും വരും. അതായത് ഇൻവിസിബിളും വരും, വിസിബിളും വരും. ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ വിസിബിൾ ഉപയോഗിക്കുന്നുണ്ട്, ഇൻവിസിബിൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റുന്നതിനെല്ലാം നമ്മൾ എന്താ പറയുന്ന വിസിബിൾ ലൈറ്റ് എന്നാണ് റേഡിയേഷൻസ് എന്ന് പറയാം. നമുക്ക് കാണാൻ പറ്റാത്തത് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എവിടെയെങ്കിലും വീണ് ഫ്രാക്ചർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും എക്സ്റേ. ഇപ്പോൾ എക്സ്റേ എന്ന് വിളിക്കുന്നത് പണ്ട് കാലത്ത് WC റോൺജൻ അതുവരെ അറിയപ്പെടാത്ത ഒരു ലൈറ്റ് ആയതുകൊണ്ടാണ് അതിന് എക്സ് എന്ന ടൈം കൊടുത്തത്. പക്ഷെ ഇപ്പോൾ അതിനറിയപ്പെടുന്നത് റോൺജൻ റേ എന്നാണ്. ഇപ്പോൾ എക്സ്റേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അവിടെ UV ട്രീറ്റഡ് വാട്ടർ എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ജേംസ് ഒക്കെ കിൽ ചെയ്യാനായിട്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ UV റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിമോട്ട് കൺട്രോൾ ടെലിവിഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിമോട്ട് കൺട്രോൾ. അപ്പോൾ റിമോട്ട് കൺട്രോളിൻ്റെ അകത്ത് നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി റേഡിയോ വേവ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോ ടെലിസ്കോപ്പി ഉണ്ട്. കാരണം വിസിബിൾ ലൈറ്റിന് ഒരു പരിധി കഴിഞ്ഞ് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ റേഡിയോ വേവ് ആണ് ഉപയോഗിച്ച് റേഡിയോ അസ്ട്രോണോമി എന്ന് പറയും, റേഡിയോ ടെലിസ്കോപ്പ് എന്ന് പറയും. അങ്ങനെ നിത്യജീവിതത്തിലെ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ യൂണിറ്റിൽ നമ്മൾ വിസിബിളിനെ കുറിച്ചുള്ള മാത്രമാണ് നമ്മൾ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ലൈറ്റിൻ്റെ ഹിസ്റ്ററി ഐസക് ന്യൂട്ടന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഐസക് ന്യൂട്ടനാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പഠനം ലൈറ്റിനെ കുറിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടൈനി ഹൈലി ഇലാസ്റ്റിക് പാർട്ടിക്കിൾ. ഹി നെയിംഡ് ഇറ്റ് ആസ് കോർപ്പസ്കിൾസ്. which travels in straight line. Straight line with the speed of light in that medium. And based on this corpuscular theory of light, he has explained successfully rectilinear propagation of light. The light is transmitted or propagated in straight line. That they explained to. Then he explained successfully about reflection and refraction. അപ്പോൾ ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു? റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ വേറെ ചില പ്രതിഭാസങ്ങൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിൽ ഒന്നെന്നാണത് ഇപ്പോൾ സോപ്പ് ബബിൾ. സൺലൈറ്റ് വീഴുമ്പോൾ കളർഫുള്ളായിട്ട് കാണും. അതിന് വെള്ളത്തിൽ എണ്ണമയം ഉണ്ടെങ്കിൽ ആ എണ്ണമയമുള്ള വെള്ളത്തിൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ കളർഫുൾനെസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്നവരാണ് ഇൻ്റർഫറൻസ്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ മറ്റൊരു പ്രതിഭാസമുണ്ട് ഡിഫ്രാക്ഷൻ. അത് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. പിന്നെ പോളറൈസേഷൻ.
പക്ഷെ ഈ 3 പ്രതിഭാസങ്ങളും ഈ കോർപ്പസ്കുലർ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു? റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഐസക് ന്യൂട്ടന് അവിടെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പം ലൈറ്റ് ഈസ് അല്ലെ കോർപ്പസ്കിൾസ് ഒരു മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ മീഡിയം ആ പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു റെയറർ മീഡിയത്തിനേക്കാൾ അട്രാക്ഷൻ ഡെൻസർ മീഡിയത്തിൽ കൂടുതലാണ് എന്ന് ഐസക് ന്യൂട്ടൻ ഒരു തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അട്രാക്ഷൻ കൂടിയാണെങ്കിൽ സ്പീഡും കൂടും. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്ത പ്രകാരം റെയറർ മീഡിയത്തേക്കാൾ സ്പീഡ് ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിന് കൂടുതലാണെന്ന് കണ്ടു. പക്ഷേ ഫോക്കോൾട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അകത്ത് കേട്ടതാണ്. ഇദ്ദേഹം കൊണ്ടുവന്നൊരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് ഇങ്ങനെ ചുറ്റി കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇനി എഡി കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോക്കോൾട്ട് കറണ്ട് അല്ലെങ്കിൽ എഡി കറണ്ട് എന്നൊക്കെ അവിടെ നിങ്ങൾ പറഞ്ഞു നിന്ന ഈ സയൻറ്റിസ്റ്റ് അദ്ദേഹം വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തു ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ സ്പീഡ് കുറയുന്നു എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ആ സിദ്ധാന്തം അവിടെ തെറ്റാണെന്ന് പറഞ്ഞു. പിന്നീട് ഐസക് ന്യൂട്ടൻ്റെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. According to him, light is a form of energy which travels through the medium with the speed of light due to the repeated vibrations of the particles of the medium. അപ്പോൾ അദ്ദേഹത്തിനെ ചോദിച്ചു സ്പേസിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. സ്പേസിൽ മീഡിയം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്പേസിലും ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയത്തിന്റെ പേര് അദ്ദേഹം കൊടുക്കുന്നത് ഈതർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അദ്ദേഹം കൊടുക്കുന്നു. പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈതർ എന്ന് പറഞ്ഞ മീഡിയം ഇല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈതർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ക്രിസ്റ്റ്യൻ ഹൈഗന്റെ വേവ് തിയറി വെച്ച് റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതുപോലെ തന്നെ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഇപ്പം എല്ലാ പ്രതിഭാസവും ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായുള്ള നിഗമനം അദ്ദേഹം പറഞ്ഞത് ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോം എന്നാണ്. പക്ഷേ ഫ്രെണൽ ആൻഡ് തോമസ് യങ് അവർ പ്രൂവ് ചെയ്തത് ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഈ തിയറി ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു? റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇന്റർഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്തു, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. പക്ഷേ അവിടെ വേറെ ചില പ്രതിഭാസങ്ങൾ കൂടെ ഉണ്ട്. അത് നിങ്ങൾ കെമിസ്ട്രിയിലും കൂടെ കേട്ട് കാണും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കോംപ്ടൺ എഫക്റ്റ്, ഈ രണ്ട് എഫക്റ്റും ഈ വേവ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ ലൈറ്റിന് കൊണ്ടുവരേണ്ടി വരും. ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വേവ് നേച്ചറും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് കാണിക്കണം എന്ന് നോക്കാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വെൻ ലൈറ്റ് ഇൻട്രാക്ട് വിത്ത് മാറ്റർ. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് ഒരു മാറ്ററിൻ്റെ സർഫസിൽ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അവിടെ ലൈറ്റും മാറ്ററുമായിട്ടാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ വെൻ ലൈറ്റ് ഇൻട്രാക്ട് വിത്ത് മാറ്റർ ഇറ്റ് ബിഹേവ്സ് ഓർ ഇറ്റ് എക്സിബിറ്റ് പാർട്ടിക്കിൾ നേച്ചർ. ഇപ്പം എന്താണ്? വെൻ ലൈറ്റ് ഇൻട്രാക്ട് വിത്ത് മാറ്റർ ഇറ്റ് എക്സിബിറ്റ് പാർട്ടിക്കിൾ നേച്ചർ. Then when light interact with light, ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അവിടെ വേവ് നേച്ചർ കാണിക്കും. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് നേച്ചറും കാണിക്കത്തില്ല. അതായത് ഒരേ സമയത്ത് ലൈറ്റ് മാറ്ററുമായിട്ടും ഇൻട്രാക്ഷൻ ഉണ്ടാകത്തില്ല, ലൈറ്റുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ലൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ലൈറ്റിന് എന്ത് നേച്ചർ ഉണ്ട്? ഡ്യുവൽ നേച്ചർ ഉണ്ട്. ഇപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ഉണ്ട്.
when light interact with the matter, it exhibit particle nature. ഇത് വെച്ചിട്ടാണ് ക്വാണ്ടം എഫക്റ്റും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൈറ്റിന് വേവ് നേച്ചർ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹിസ്റ്ററി വരുന്നത്. ഈ റേ ഓപ്റ്റിക്സ് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ റേ ഓപ്റ്റിക്സിൻ്റെ അകത്ത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് ഓബ്ജക്ട്സ് ഓർ ഒബ്സ്റ്റക്കിൾസ് സൈസ് ബിഗർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാൾ വലിയ പാർട്ടിക്കിളാണ് റേ ഓപ്റ്റിക്സിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻ വേവ് ഓപ്റ്റിക്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് objects or obstacles which size compare with the wavelength of light. അപ്പോൾ റേ ഓപ്റ്റിക്സിൻ്റെ അകത്ത് ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കൂടുതലുള്ള വലിപ്പമുള്ള ഓബ്ജക്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് വരുന്നത്. വേ ഓപ്റ്റിക്സിൻ്റെ അകത്ത് ലൈറ്റിനേക്കാൾ സൈസ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്തുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഓബ്ജക്റ്റുകളാണ് വേ ഓപ്റ്റിക്സിൻ്റെ അകത്ത് വരുന്നത്, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഓപ്റ്റിക്സിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ട്. ഇപ്പോൾ മോഡേൺ തിയറി പറയുന്നത് ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ, അതായത് ലൈറ്റ് ഹാസ് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് ആൾസോ വേവ് നേച്ചർ. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഹിസ്റ്ററിയിലകത്ത് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ടേം നമുക്ക് പഠിക്കേണ്ടത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ലൈറ്റ് ഒരു പ്രതലത്തിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ റിട്ടേൺ ബാക്ക് ലൈറ്റ് വന്ന് വീണ ലൈറ്റ് ഈ പ്രതലത്തിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫിനോമിനൻ ഓഫ് റിട്ടേൺ ബാക്ക് ഓഫ് ദ ലൈറ്റ് ഇൻ ടു ദ സെയിം മീഡിയം when it falls on a smooth polished surface. സ്മൂത്ത് പോളിഷ്ഡ് സർഫസിൽ വന്ന് വീഴുമ്പോൾ ലൈറ്റിന് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, ബൗൺസ് ബാക്ക് ഉണ്ടാകുന്നു. ആ ബൗൺസ് ബാക്കിനെ വിളിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. അപ്പോൾ അവിടെ വരുന്ന ടേം, രണ്ടാമത്തെ ടേം വി ഹാവ് ടു ഡിഫൈൻ മിറർ. മിറർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ് where regular reflection of light occurs. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഞാൻ ഒരു വാക്ക് പറഞ്ഞു, റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ നോക്കുക, ഇതൊരു മിറർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് സിൽവറിങ്ങിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്, സിൽവറിങ്. ഇപ്പം ലൈറ്റ് വന്ന് വീണു, ഈ ലൈറ്റ് വന്ന് വീണു, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. അടുത്ത ലൈറ്റ് വന്ന് വീണു, അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ലൈറ്റും പാരലായിരിക്കും. അടുത്ത ലൈറ്റ് വന്ന് വീണു, റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ നോക്കുക, ഈ റേസ് എല്ലാം പാരലായിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള റിഫ്ലക്ഷൻ വിളിക്കുന്നവരാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇനി ഈ ഭിത്തി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭിത്തിയിൽ നമുക്ക് ഭിത്തി കാണാം, പക്ഷെ ഭിത്തിയിൽ നമ്മുടെ ഇമേജ് കാണത്തില്ല. പക്ഷെ ആ ഭിത്തിയിൽ നമ്മുടെ ഇമേജ് നമ്മൾ പതിപ്പിക്കാം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഈ പുട്ടിയിട്ട് നല്ലോണം നമ്മൾ ആ ഭിത്തി സ്മൂത്ത് ആക്കുക, നല്ല പെയിന്റ് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമേജ് ആ ഭിത്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഭിത്തിയിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, റെഗുലർ റിഫ്ലക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഇനി ഭിത്തിയിൽ വന്ന് വീണ ലൈറ്റിന് എന്താ സംഭവിക്കണം നോക്കുക. ഈ ലൈറ്റ് ഇവിടെ വന്ന് വീണു, ഒരെണ്ണം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു, ഒരെണ്ണം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു. മീൻസ് റാൻഡമായിട്ടാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ലൈറ്റ് വന്ന് വീണിട്ട് റാൻഡമായിട്ട് റിഫ്ലക്ഷൻ നടക്കും. എല്ലായിടത്തേക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, റാൻഡമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇപ്പോൾ ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഭിത്തി കാണാൻ പറ്റും, ആ ഭിത്തിയിൽ പക്ഷെ നമ്മുടെ ഇമേജ് കാണാൻ പറ്റത്തില്ല.
അപ്പോൾ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ സ്മൂത്ത് പോളിഷ്ഡ് സർഫസ് ആണ് വെയർ റെഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ്. ഇവിടെ രണ്ടാമത്തെ ടേം അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ അതിൽ ഒന്നാമത്തെ ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മിറർ കാണിക്കാനായിട്ട് സിൽവറിങ് നിങ്ങൾ കാണിക്കണം. ഇത് ഇൻസിഡന്റ് റേ ആണ്. ആരോ ഇട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇൻസിഡന്റ് റേ ആണ്. ഇവിടെ നമ്മളൊരു നോർമൽ വരക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. ഈ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളോ ഇൻസിഡൻസ് ഐ എന്ന് കൊടുക്കാം. ഇനി ലൈറ്റ് ഇവിടെ ഒന്ന് വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. പക്ഷെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? റിഫ്ലക്ടർ റേ ആണ്. ഇത് നോർമൽ ആണ്. ഇത് റിഫ്ലക്റ്റിംഗ് ആംഗിൾ ആണ്. ഇത് ആംഗിളോ ഇൻസിഡൻസ് ആണ്. എക്സ്പെരിമെന്റ് നമുക്ക് കാണിക്കാൻ പറ്റും I is equal to R എന്ന് കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ ലോ എന്താ? ആംഗിളോ ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിളോ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ അകത്ത് ഒന്നാമത്തെ ലോ ആംഗിളോ ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിളോ റിഫ്ലക്ഷൻ. ഇനി രണ്ടാമത്തെ ലോ എന്താണെന്ന് നോക്കാം. ഇത് ഇൻസിഡന്റ് റേ ആണ്, ഇത് നോർമൽ ആണ്, ഇത് റിഫ്ലക്ടർ റേ ആണ്. ദേ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി എന്താണ് പ്ലെയിൻ മിറർ എന്ന് നോക്കാം. പ്ലെയിൻ മിറർ ഇത് പ്ലെയിൻ മിററിന്റെ സിമ്പിൾ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻഫിനിറ്റി ആയിരിക്കും. ഇപ്പൊ പ്ലെയിൻ മിറർ എന്തായിരിക്കാം? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഹാവിംഗ് ഇൻഫിനിറ്റി റേഡിയസ്. ഇനി പ്ലെയിൻ മിററിൽ ഒരു ഓബ്ജക്റ്റ് എത്ര അകലത്തിലാണോ ഇരിക്കുന്നത്, എക്സ് അകലത്തിലാണോ ഒരു ഓബ്ജക്റ്റ് ഇരിക്കട്ടെ, അത്രയും പുറയിലായിരിക്കും അതിന്റെ ഇമേജ് വരുന്നത്. ഇമേജ് വരുന്ന അകലം എത്ര തന്നെയാണ്? എക്സ് അകലത്തിൽ തന്നെയാണ്. ഇപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഈസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ആസ് ദി ഓബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ഇനി രണ്ടാമത്തെ കേസ്, if the object is moves towards the mirror with a speed v. If the object is moves towards the mirror with a speed v, the image also moves towards the mirror with the same speed v. So one question, what is the relative velocity between the image and the object? Relative velocity, ഇത് ഇങ്ങോട്ട് v ആയിട്ട് വരുന്നു, ഇതും v അങ്ങോട്ട് പോകുന്നു. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് ഈസ് 2v. ക്ലിയർ ആയല്ലോ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് ഈസ് 2v. ഇനി ഇമേജ് ഈസ് ലാറ്ററലി ഇൻവെർട്ടഡ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ റൈറ്റ് എന്ന് പറയുന്നത് മിററിൽ കാണുന്ന ഇമേജിന്റെ ലെഫ്റ്റ് ആയിരിക്കും, നിങ്ങളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് മിററിൽ കാണുന്ന ഇമേജിന്റെ റൈറ്റ് ആയിരിക്കും. അപ്പൊ ഇമേജ് ഈസ് ലാറ്ററലി ഇൻവെർട്ടഡ്. ദെൻ എ പേഴ്സൺ ക്യാൻ സീ ഹിസ് ഫുൾ ഹൈറ്റ്. ഇവിടെ അയാൾ നിൽക്കുകയാണ്, അയാളുടെ ഫുൾ സൈസ്, ഇയാളുടെ ഹൈറ്റ് h ആണെന്നിരിക്കട്ടെ, അയാളുടെ ഫുൾ സൈസ് ഒരു മിററിൽ കാണണമെന്നുണ്ടെങ്കിൽ മിനിമം ഹൈറ്റ് ഓഫ് ദ മിറർ ഷുഡ് ബി h/2. സോ ദ കണ്ടീഷൻ ഫോർ സീയിങ് ദ ഫുൾ ഹൈറ്റ്, ഫുൾ സൈസ് ഓഫ് എ മാൻ ഓൺ എ മിറർ ഈസ് ദാറ്റ് ദ മിനിമം സൈസ് ഓഫ് ഹിസ് മിറർ ഷുഡ് ബി h/2. ഇനി നമുക്ക് നമ്പർ ഓഫ് ഇമേജസ് അത് നോക്കാം.
number of images by putting two plane mirrors at an angle theta. നിങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ കാണാൻ പറ്റും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ്. രണ്ട് മിറർ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് കാണാൻ പറ്റും എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയിൻ മിറേഴ്സ് അതിൻ്റെ എൻഡുകൾ എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. അപ്പം നമുക്ക് എം എന്ന് പറഞ്ഞ നമ്പർ എടുക്കാം. എം ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ. അതിലെ ഒന്നാമത്തെ കേസ് ഈ എം ഈസ് ഈവൻ നമ്പർ. M is even number, then number of images. N is equal to m minus 1. ഇതിന് ഏത് പൊസിഷൻ ആയിക്കോട്ടെ, ഇമേജ് ഓബ്ജക്റ്റ് ഇവിടെ ആകാം, ഇവിടെ ആകാം, ഇവിടെ ആകാം, ഏത് പൊസിഷനിൽ ഓബ്ജക്റ്റ് ഇരുന്നാലും ആൻസർ m minus 1 ആണ്. എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിക്കോട്ടെ. അപ്പം m എത്ര കിട്ടും? 360 ഡിവൈഡഡ് ബൈ 60, 6 കിട്ടത്തില്ലേ? അപ്പം എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. സോ നമ്പർ ഓഫ് ഇമേജസ് n ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കാം. If m is odd number, odd integer ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അവിടെ രണ്ട് കേസ് വരും. ഓബ്ജക്റ്റ് ഈ സിമെട്രിക് ലൈൻ ആണെന്ന് ഇരിക്കട്ടെ. അല്ലെ if object is symmetric, then n is equal to m minus 1. B. If object is asymmetric, then n is equal to m തന്നെ. എക്സാമ്പിൾ പറഞ്ഞുതരാം. തീറ്റ if theta is equal to 72 degree, അപ്പോൾ m എത്ര കിട്ടും? 360 divided by 72 is equal to 5. മീൻസ് ഏത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ സിമെട്രിക് ആണോ നോക്കുക. സിമെട്രിക് ആണെങ്കിൽ n is equal to 5 മൈനസ് 1, 4 വരും. ഇനി വേറെ ഏതെങ്കിലും പൊസിഷൻ ആണെന്നിരിക്കട്ടെ, അസിമെട്രിക് ആണെങ്കിൽ എത്ര തന്നെ? 5 തന്നെ. ഇനി മൂന്നാമത്തെ കേസ്, ഈ m is a fractional number, then n is equal to integer part. 5.6 വല്ലതും വരികയാണെങ്കിൽ നമ്മൾ ഏതെടുത്താൽ മതി? 5 എടുത്താൽ മതി. അത് -1 ഒന്നും എടുക്കണ്ട. 5.6 5.3 അങ്ങനെ എന്തെങ്കിലും നമ്പർ വരികയാണെങ്കിൽ എത്ര എടുത്താൽ മതി? 5 എടുത്താൽ മതി. അപ്പോൾ ഫ്രാക്ഷൻ നമുക്ക് ഒഴിവാക്കി കളയാം. ഇത്രയാണ് നമ്പർ ഓഫ് ഇമേജസ്. ഇനി രണ്ട് പ്ലെയിൻ മിറർ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ, രണ്ട് പ്ലെയിൻ മിറർ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ റിഫ്ലക്റ്റർ റേ ആഫ്റ്റർ 2 റിഫ്ലക്ഷൻ ഗോസ് ആന്റി പാരലൽ ടു ദ ഇൻസിഡന്റ് റേ. രണ്ട് പ്ലെയിൻ മിറർ 90 ഡിഗ്രി വെക്കാന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റർ റേ മീൻസ് ആന്റി പാരലൽ ടു ദ ഇൻസിഡന്റ് റേ ആയിട്ട് പോകും. ഇതാണ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് സ്പെരിക്കൽ മിറേഴ്സ് എന്താണെന്ന് നോക്കാം.
സ്പെരിക്കൽ മിറേഴ്സ്. ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. അപ്പം അതിനകത്ത് രണ്ട് ടൈപ്പ് സ്പെരിക്കൽ മിററാണെന്ന് പഠിക്കാനുള്ളത്. ഈ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഫ്രം ദ ഇന്നർ പാർട്ട്. Reflection take place from the inner part. It is called concave mirror. It's a part of a sphere ആണ്. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സ്ഫിയറിന്റെ ഭാഗമായിരിക്കും ഇത് വരുന്നത്. ഇനി ഈ റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഫ്രം ദി ഔട്ടർ സർഫസ്. ഇവിടെയാണ് നടക്കണമെങ്കിൽ ഇതിനെ നമുക്ക് കോൺവെക്സ് മിറർ എന്ന് വിളിക്കാം. ഇതിനെന്ത് വിളിക്കാം? കോൺകേവ് മിറർ. ഇറ്റ് ഈസ് കാൾഡ് കോൺവെക്സ് മിറർ. ഇനി ഇവിടെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം. വൺ ഈസ് കാൾഡ് പോൾ. പോൾ ഇതിന്റെ ജോമെട്രിക് സെന്റർ എന്ന് വിളിക്കുന്നവരാണ് പോൾ. സോ വാട്ട് ഈസ് പോൾ? ഇറ്റ് ഈസ് ദ ജോമെട്രിക് സെന്റർ ഓഫ് ദ മിറർ. Then second is the center of curvature. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഫിയറിന്റെ സെന്ററിനെ നമുക്ക് എന്ത് വിളിക്കാം? സെന്റർ ഓഫ് കർവേച്ചർ. സോ വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ? ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. അല്ലെങ്കിൽ മിറർ ഈസ് എ പാർട്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സെന്റർ. Then second is radius of curvature. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. ദ റേഡിയസ് പോൾ പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, റേഡിയസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് we have to define principal axis. The line joining pole and center of curvature. The line joining pole and center of curvature is called principal axis. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോയേക്കാം. നമ്മൾ ഒപ്റ്റിക്സ് ഡെഫിനിഷൻ പറഞ്ഞു, ലൈറ്റ് എന്താണെന്ന് പറഞ്ഞു, ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു, മിററിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, റെഗുലർ റിഫ്ലക്ഷൻ, ഇറഗുലർ റിഫ്ലക്ഷൻ പറഞ്ഞു. ഇപ്പോൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് വന്ന് വീണ് ചെതറിപ്പോകുന്നു. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ നമുക്കിപ്പോൾ പരസ്പരം കാണുന്നതും ഈ അകത്തുള്ള സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നതൊക്കെ സ്കാറ്ററിംഗ് പ്രതിഭാസം വെച്ചിട്ടാണ്. അതൊക്കെ അടുത്ത യൂണിറ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് റിഫ്ലക്ഷൻ ഉണ്ട്. റെഗുലർ ഉണ്ട്, ഇറഗുലർ റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്കാറ്ററിംഗ് ഇറഗുലറിൻ്റെ അകത്ത് വരുന്നതാണ്. ഭിത്തിയിൽ വരുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. ഇനി ഭിത്തി ഭയങ്കര ഫൈനലി പോളിഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ റിഫ്ലക്ഷൻ ആക്കി മാറ്റാം. പിന്നെ നമ്മൾ സ്പെരിക്കൽ മിററിൻ്റെ, പ്ലെയിൻ മിററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നു. അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരുന്നതാണ്. പിന്നെ സ്പെരിക്കൽ മിറർ എന്താണെന്ന് പറഞ്ഞു. സ്പെരിക്കൽ മിററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ്, പോള് പറഞ്ഞു, സെൻറ്റർ ഓഫ് കർവേച്ചർ പറഞ്ഞു, റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഗുഡ്.